കുഴപ്പം ശ്രമിക്കലാമാ. അതെ, ഇന്ന് നല്ല തമിഴ് സ്റ്റൈലിലുള്ള നല്ല കുറുകിയ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഒരു 8 10 ചുവന്നുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതും ഇട്ടൊന്ന് വാട്ടി വരുന്ന സമയത്ത് ഒരു തക്കാളി മുഴുവനായിട്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വെന്തുടഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ജീരകവും പെരിഞ്ജീരകം അതുപോലെ തന്നെ കുരുമുളകാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഏറെ എടുക്കാറുണ്ട്. നമ്മൾ സാധാരണ അത്രയും ഉപയോഗിക്കാറില്ല. അവർ പക്ഷേ കുറച്ച് അധികം എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂണും അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആറിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ആ സമയത്ത് മറ്റൊരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ശേഷം ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ചുവന്നുള്ളി ഉണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു കീറ് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഉണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ടിട്ട് എണ്ണ വറ്റി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് ജാറിലേക്ക് കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇവർ കുടംപുളി യൂസ് ചെയ്യാറില്ല, പകരം വാളംപുളിയാണ് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ബാക്കി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മീൻ, കിളിമീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ തുറന്ന് വെച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറീനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.